പുള്ളിക്കാ മൂക്കിലിട്ടേ. വളരെ വീക്ക. ഈ ശ്വാസം കണ്ടുപിടിച്ചവരെ തല്ലിക്കൊല്ലണം. ഇത് വലിച്ചെടുക്കാൻ എന്നാ ബാധ. ഇവന്റെ പേര് കുഞ്ഞാലീന. ഞാനിവരെ എന്റെ പേര് കുട്ടിയുടെ പേരാണ് വിളിക്കുക. ഈ ചെറുക്ക മക്കളൊക്കെ വിദേശത്താ. ഭർത്താവ് മരിച്ചിട്ട് 7 കൊല്ലമായി. only 7 years. അച്ഛനൊരു വെളിയിടാൻ പോയി. മക്കളാരും ഇതുവരെ വന്നിട്ടില്ല. കുട്ടിയോട് അച്ഛനെ പറഞ്ഞത്. കുട്ടിയോട് അച്ഛനെ എനിക്ക് പറക്കാൻ പറ്റില്ലല്ലോ. ഞാൻ തന്നെ വെളിയിടാൻ തീരുമാനിച്ചു. മരിച്ച ഭർത്താവിന് വെളിയിടാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു കമ്പി തർക്കം തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, ജീവിച്ചിരിക്കെ മരണം വരെ ഭർത്താവിന് കഞ്ഞിയും കാപ്പിയും ഉണ്ടാക്കി കൊടുക്കുന്ന ഭാര്യയ്ക്ക് എന്തുകൊണ്ട് ഭർത്താവിന്റെ ആത്മാവിന് ഒരു വെളിച്ചോറ് സമർപ്പിച്ചുകൊണ്ടാണ്? കമ്മിക്കുട്ടരം കുട്ടി. പിന്നെ ദക്ഷിണ കിട്ടുന്ന രസായതുകൊണ്ട് പിന്നെ വന്നിട്ടില്ല. ഇല്ലായിരുന്നേ ഞാനവനെ തല്ലിയേനെ. ഈ ഒരു വെളി ഒരമ്മ വാക്കും വരുത്തണ്ടേ എന്ന പ്രാർത്ഥനയോട് ഞാൻ തന്നെ കൽപ്പണിച്ചു. ഈ വെളിയെന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. മക്കള് വെളി കേൾക്കില്ലെന്നറിഞ്ഞു കടലിലേക്ക് നോക്കി നീട്ടി വിളിച്ചതും ഈ അമ്മയുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ്. വിദേശത്ത് ചേക്കേറിയ മക്കളും മരണം കൊണ്ടുപോയ പ്രിയപ്പെട്ടവരും ഒരു മുറയാ. അപ്പോൾ വെളി കേൾക്കില്ല. ഈ സങ്കട വണ്ടി കെട്ടിവലിച്ച എന്റെ കൈ വീട്ടിലേക്കായി പോയത്. ഉറക്കം പിടിച്ചോലെ ഇതല്ലേ വീണാൻ ഞാനും വീഴും. കൈ കൊട്ടി വിളിക്കുമ്പോ കാക്കകൾ വരുന്നുണ്ടെന്നാൽ കരൾ നൊന്തു വിളിച്ചിട്ടും വരുന്നില്ലല്ലോ മക്കൾ. അസ്തമിക്കാറായിട്ടും കാത്തു കാത്തിരുന്നിട്ടും ഇത്തിരി കണ്ണീർ വാർക്കാൻ